ഹൈ ഓൾ, വെൽക്കം ടു പ്രണവ് സിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സബ്ജക്റ്റാണ്. അതായത് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടൊക്കെ തോന്നും. കാരണം നമ്മുടെ ഈ ഒരു മലയാള സിനിമയിൽ ഒരുപാട് ഈ ഒരു കോപ്പി സോങ്ങൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ടൂണിലും അതിലേക്ക് മറ്റൊരു സോങ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് അങ്ങനെ ഒരു സോങ്ങും കാര്യങ്ങളും കണ്ടെത്താൻ സാധിച്ചു. അതാണ് ഇപ്പോൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നമുക്ക് നേരെ കഥയിലേക്ക് തന്നെ പോകാം. അതായത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ 2019 ഇറങ്ങിയ സിനിമയാണ് കോടതി നിമിഷം ബാലം വക്കീൽ. ഈ ഒരു സിനിമയിൽ ബാബുവായിട്ട് നമ്മളൊരു സോങ് ഉണ്ട്. ഈ ഒരു സോങ് അതിൻ്റെ ടൂണും കാര്യങ്ങളും ലിറിക്സിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെൻറ്റും പോലെയൊക്കെ ഇതാ ഇപ്പോൾ ആവേശം സിനിമയിൽ ഇല്ലുമിനാറ്റി എന്നൊരു സോങ് ഉണ്ട്. ഈ ഒരു സോങ്ങിൽ കാണുന്ന ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ ഈ ഒരു സോങ്ങും കോടതി നിമിഷം ബാലം വക്കീലിലെ ബാബുവായിട്ട് ആ സോങ്ങിൻ്റെ ഒരു ലിറിക്സും അറേഞ്ച്മെൻറ്റ്സും പ്ലേസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഒരേ കണക്കാണ്. അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ ചെക്ക് ചെയ്ത് കണ്ടെത്തിയ ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു സോങ് കാര്യങ്ങളൊക്കെ ഇത് രണ്ടും തമ്മിലൊരു സെയിം പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ്ങാണ്. അതിനെപ്പറ്റി പറഞ്ഞില്ല. അതായത് ആദ്യമായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സോങ്, ഒന്ന് ബാബുവട്ടെ, ഒന്ന് ഇല്ലുമിനാറ്റി. ഈ ഒരു സോങ് പ്രധാനമായിട്ടും പറയുന്നത് ഒരു ഗാങ്സ്റ്റേഴ്സിൻ്റെ സോങ്ങാണ്. ഒരു ഗാങ്സ്റ്റേഴ്സിനെ പൊക്കി പറയുന്ന, അല്ലെങ്കിൽ ഒരു അവർക്കുള്ള ഒരു നാഷണൽ ആന്തം, അല്ലെങ്കിൽ അവരുടെ ഒരു ആന്തം എന്ന രീതിക്ക് നമുക്ക് പറയാൻ വേണ്ടി പറ്റിയ ഒരു സോങ്ങാണ് ഈ രണ്ട് സോങ്ങും. ഒരു ഗാങ്സ്റ്ററിനെ പൊക്കി പാടുന്ന ഒരു സോങ്ങായിട്ടാണ് രണ്ട് സോങ്ങും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വന്നിരിക്കുന്ന എന്തൊക്കെയാണ്, ഇതിലേക്ക് വന്നിരിക്കുന്ന ഒരു ചേർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ തന്നെ പരിശോധിച്ച് നോക്കാം. അപ്പം നമുക്ക് ആദ്യമേ അതിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഈ ബാബുവട്ട സോങ്ങിനാണ്ട് ഈ ഒരു ലിറിക്സും കാര്യങ്ങളും ഒന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കുക, ഇതൊന്ന് കണ്ടു നോക്കുക. കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതാണ്. ഇനി നമുക്ക് ഇല്ലുമിനാറ്റി ആ ഒരു സോങ്ങിൻ്റെ ഇതേപോലെയുള്ള ഒരു വൈൻ സീക്വൻസ് നമുക്കിത് ഇപ്പോൾ ഒന്ന് കാണാം. ഇതും കൂടെ ഒന്ന് കാണുക. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. കണ്ടല്ലോ, ഈ ഒരു രണ്ട് സോങ്ങും ഈ ഗാങ്സ്റ്റേഴ്സിൻ്റെ ഒരു പവറിനെ, അല്ലെങ്കിൽ അവരുടെ ഒരു കുറച്ചൊക്കെ ഒരു മാനറിസം കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഈ ഒരു രണ്ട് ഇതിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു രണ്ട് തമ്മിലുള്ള ഒരു വ്യത്യാസം. കാരണം ഈ രണ്ടിലും പറഞ്ഞത് ഒരേ ആശയം തന്നെയാണ്, ഒരേ രീതിക്കാണ് ഈ ലിറിക്സും കാര്യങ്ങളൊക്കെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സെയിം ടു സെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് കറക്റ്റ് കാര്യമാണ്. ഇത് രണ്ട് ഒരു സെയിം ടു സെയിം ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാബുവട്ട സോങ് നോക്കുകയാണെങ്കിൽ ഈ സോങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ലിറിക്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ലിറിക്സ് അന്നത്തെ ടിക്ടോക്ക് ഉള്ള സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ട സംഭവമാണ് ഈ ഒരു ലിറിക്സ്. അന്നത്തെ ടിക്ടോക്കുള്ള സമയത്തൊക്കെ എല്ലാം അത്യാവശ്യം എല്ലാവരും ചെയ്യുന്ന ഒരു വീഡിയോ കാര്യങ്ങളാണ്. ആ ഒരു വീഡിയോ ലിറിക്സ് നമുക്കത് ഇപ്പോൾ ഒന്ന് കാണാം, ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഈ കണ്ട പോലെ ഇതേ കണക്ക് ഇല്ലുമിനാറ്റി ആ ഒരു സോങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പോർഷൻ ഇല്ലുമിനാറ്റി സോങ്ങിൽ ഇങ്ങനെ റൊട്ടേഷനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഇപ്പോൾ കണ്ടതിൻ്റെ അതേ തുല്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്ന് കാണാം. ഈ ബാബുവട്ട സോങ്ങിൽ ഇങ്ങോട്ട് പോകാൻ നേരത്ത് ഈ ഒരു ലിറിക്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ ഒരു ലിറിക്സ് അതിൽ ഈ ബാബു എന്ന് പറഞ്ഞ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പവർ എന്താണ്, പഞ്ച് എന്താണ് എന്നാണത് ഈ ഒരു ലിറിക്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ നമുക്ക് ഈ ബാബു എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഇമേജും കാര്യങ്ങളും കരുത്തും എന്തൊക്കെയാണ് അതിനെ പ്രശംസിച്ച് പാടുന്ന ഒരു ലൈനും വരിയൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകണം. ഇതും കൂടെ ഒന്ന് കാണുക. ഓക്കെ, ഇതേ
കണക്കിന് ഇല്ലുമിനാറ്റി ആ ഒരു സോങ്ങിൽ വരുന്ന ഒരു കാര്യം നോക്കാം. കാരണം രംഗ എന്ന് പറഞ്ഞ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പവറും അദ്ദേഹത്തെ പുകഴ്ത്തിയും പാടുന്ന ഒരു ലൈൻ എന്താണ് നമുക്കത് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതുകൊണ്ടൊന്ന് കാണുക. ഏനാ കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ട പുലി ഇടയാങ്ങൊന്നൊരുക്കും നിന്നൊരുക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് നൊടിയിൽ മതയാനെ നെരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുള്ളക്ക് 10-10. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാട്ടും കാര്യങ്ങളും തമ്മിലുള്ള ഒരു ചേർച്ച. കാരണം അത്രയ്ക്ക് ഡീപ്പായിട്ട് ഞാൻ നോക്കിയും കണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. രണ്ട് സോങ്ങും ഒരു ഗാങ്സ്റ്റേഴ്സ് സോങ്ങാണ്. ഗാങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു തലവനായിട്ട് നിൽക്കുന്ന ഒരാളെ പൊക്കി പറയുന്ന ഒരു രണ്ട് രീതിക്കുള്ളൊരു സോങ്ങാണ് കാണിച്ചിരിക്കുന്നത്. ബാബുവേട്ട സോങ് ആണെങ്കിൽ സിനിമയിലുണ്ട്, പക്ഷേ ആവേശ സിനിമയാണെങ്കിൽ ഈ സോങ് ഏറ്റവും ലാസ്റ്റാണ് ഈ ഒരു സോങ് കാണിക്കുന്നത്. അതൊരു ഈ സിനിമയുടെ തന്നെ ഒരു ആൻഡമായിട്ടാണ് കാണിക്കുന്നത്, ഒരു തീം സോങ് ആയിട്ടാണ് കാണിക്കുന്നത്. ബാബുവേട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബു എന്ന് പറയുന്ന ഒരു ലോക്കൽ ഏരിയ ഗാങ്സ്റ്ററിനെ അവിടെ ജനങ്ങൾ പൊക്കി പാടുന്ന ഒരു പാട്ടാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിനുള്ള വ്യത്യാസം. പക്ഷേ രണ്ടിലും കാണിക്കുന്ന ഒരു ഗാങ്സ്റ്റേഴ്സായി നിൽക്കുന്ന ഒരു രണ്ട് പേരുടെയും ഒരു അത്യാവശ്യം പുകഴ്ത്തി പാടുന്ന ഒരു പാട്ടാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ ജോയിൻ്റായിട്ട് വന്നൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇതൊരു രണ്ട് പേരുടെ ഒരു ഗാങ്സ്റ്റേഴ്സായി നിൽക്കുന്ന രണ്ട് ആൾക്കാരെ ഒരുപാടങ്ങ് പൊക്കി പറയുന്ന, ഒരുപാട് പൊക്കി ഇങ്ങനെയൊക്കെ ഒരു എന്ന് വെച്ചാൽ കുറച്ച് ജനങ്ങൾ ഇവരൊക്കെ ഒരു വലിയ നേതാവാണല്ലോ, അപ്പോൾ അവരുടെ ഒരു കഴിവും കാര്യങ്ങളൊക്കെ അവരെ പുകഴ്ത്തി പാടുന്ന കണക്കാണ് ഈ ഒരു സോങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് കാരണമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഈ കണ്ടുപിടിച്ചിങ്ങനെ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്ന കാര്യം. ഈ രണ്ട് സോങ്ങിൻ്റെ ലിറിക്സ് വരുന്ന ഒരു പൊസിഷനും കാര്യങ്ങൾ പോലും രണ്ടിൻ്റെ അറേഞ്ച്മെൻറ്റാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബാബുവേട്ട സോങ്ങിൻ്റെ ഒരു മറ്റൊരു കോപ്പി വെർഷനാണ് ആവശ്യം ഇല്ലുമിനാറ്റി സോങ് എന്ന് പറഞ്ഞ ഈ ഒരു സോങ്. ബാബുവേട്ട എന്ന് പറഞ്ഞൊരു സോങ്ങിൻ്റെ ഒരു ഗാങ്സ്റ്റേഴ്സ് സോങ്ങിൻ്റെ അതേ പാറ്റേൺ പിടിച്ചാണ് ഈ ഒരു സോങ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഈ ഒരു രീതിക്ക് ഇങ്ങനെ വെച്ചിരുന്നൊരു കാര്യം. അതാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ ഫോക്കസ് കണ്ടുപിടിച്ചൊരു കാര്യം. രണ്ടും ഗാങ്സ്റ്റേഴ്സ് സോങ്ങാണ്. വരികൾ കാര്യങ്ങൾ അത് വരികൾ എപ്പോൾ വരുന്നു, രണ്ട് പാട്ടിലും ഒരേ രീതിക്ക് വരികൾ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെയാണ്. വരികൾ എഴുതിയിരിക്കുന്ന വേറെ രീതിക്കാണ്. രണ്ട് വരികളാണെങ്കിൽ പോലും പറയുന്ന അർത്ഥങ്ങൾ പോലും ഈ പാട്ടിൽ ഒന്നായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരുടെയും കഴിവിനെപ്പറ്റി പറയുന്നു. അതുമാത്രമല്ല, ചുരുക്കത്തിൽ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ ഈ ഒരു കുറച്ച് ലൈൻസും കാര്യങ്ങളും അതിൽ നോക്കിയാൽ അതും സെയിം ടു സെയിം ആയിട്ട് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടും രണ്ട് ലിറിക്സും എല്ലാം സെയിം ആയിട്ട് വന്നിരിക്കുന്നത്. അതാണ് ഈ വീഡിയോനെ പറ്റി എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. സോ ഇത്രയാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു രണ്ട് സോങ് തമ്മിലുള്ള വ്യത്യാസം. ഇത് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്താൽ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയാണ്. ഇത്ര കാര്യം മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു മറ്റൊരു വീഡിയോ ഇട്ട് വന്നിരിക്കും. ദിസ് പ്രോമോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.